ഹലോ ഗായ്സ്, വിയറ്റ്നാമിൽ ലാൻഡ് ചെയ്തു. വിയറ്റ്നാമിലോട്ട് വരാൻ ഞാൻ എങ്ങനെയാണ് വിസ എടുത്തത്, ഈ സിം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു കാര്യവും പിന്നെ ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതാട്ടോ ഞാൻ വന്ന ഫ്ലൈറ്റ്. പിന്നെ ഇവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ് എങ്ങനെയാണ്, എയർപോർട്ട് എങ്ങനെയുണ്ട്, ഗ്രാബ് ടാക്സി എക്സ്പീരിയൻസ്, ഇവിടുത്തെ റോഡ് വ്യൂ, ഇലക്ട്രിക് ടാക്സി, ഹനോയിലെ ഫസ്റ്റ് ഇംപ്രഷൻ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണണേ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ട് നല്ല ക്ലീനും മോഡേൺ ആയിട്ടും തോന്നി. സൈൻ ബോർഡ്സ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇമിഗ്രേഷൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വിയറ്റ്നാമിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെന്റും കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. ഇമിഗ്രേഷനിൽ എത്തിയെങ്കിലും ഡോക്യുമെന്റ്സ് ചോദിക്കോ എന്തെങ്കിലും മിസ് ഔട്ട് ആക്കിയോ എന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രോസസ് എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടി. അങ്ങനെ ഒഫീഷ്യലി വിയറ്റ്നാമിലോട്ട് എൻട്രി ആയി. ലഗേജ് എടുക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയത്. ഇതെനിക്കൊരു കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച കേട്ടോ. ഇതെല്ലാ എയർപോർട്ടിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇങ്ങനെ നമ്മുടെ ലഗേജ് എടുത്ത് അവര് കെയറോടെ എടുത്ത് വെക്കുക എന്നുള്ളത്. ഖത്തറിൽ നിന്ന് വിയറ്റ്നാമിലോട്ട് വരാനുള്ള വിസ ഞാൻ ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ ട്രാവൽ ഏജന്റ് ത്രൂ അപ്ലൈ ചെയ്തിട്ടും വരാൻ പറ്റും. ബട്ട് പ്രൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈൻ ത്രൂ ആണ് വിസ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വിയറ്റ്നാമിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അത് വിയറ്റ്നാമി നാഷണൽ ഇ വിസ പോർട്ടലാണ്. സിംഗിൾ എൻട്രി വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെർ പേഴ്സണ് $25 ആണ്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെർ പേഴ്സണ് $50 ആണ്. ഞാൻ എടുത്തത് സിംഗിൾ എൻട്രി ആണ്. 3 മാസം വരെ ഉണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ സിംഗിൾ എൻട്രി അടിപൊളിയാണ്. ഓൺലൈൻ ത്രൂ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പേജിലോട്ടൊക്കെ പോകാൻ. വിസ അപ്ലൈ ചെയ്യാൻ എനിക്ക് അധികം ടൈമൊന്നും എടുത്തില്ലായിരുന്നു. എനിക്ക് വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ വിസയും കിട്ടിയായിരുന്നു. എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലോട്ട് ഞാൻ പോകുന്നത് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ്. വിയറ്റ്നാമിൽ ഗ്രാബ് വളരെ പോപ്പുലർ ആണ്. ഇവിടെ ഊബർ ഇല്ല. ഊബറിന് പകരമുള്ള ഒരു കാര്യമാണ് ഗ്രാബ്. ഊബറിൽ എങ്ങനെയാണ് റൈഡ് ബുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഗ്രാബിലും നമ്മൾ റൈഡ് ബുക്ക് ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. റൈഡ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ്, വെഹിക്കിൾ നമ്പർ, ഫെയർ എല്ലാം ആപ്പിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ടൂറിസ്റ്റിനൊക്കെ വളരെ കൺവീനിയന്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രൈവറ്റ് ടാക്സി ബുക്ക് ചെയ്തിട്ട് പോകരുത്. നല്ല ചാർജ് ആയിരിക്കും അവർ ചാർജ് ചെയ്യാൻ പോകുന്നത്. എയർപോർട്ടിൽ നിന്നും സിറ്റിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് ഇവിടുത്തെ റോഡാണ്. റോഡ് നല്ല വൈഡാണ്. ട്രാഫിക് ഉണ്ടെങ്കിലും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, റോഡിൽ കുറെ ഇലക്ട്രിക് ടാക്സി ഒക്കെ കണ്ടിരുന്നു. ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്ന ടാക്സി പോലും ഇലക്ട്രിക് ആണ്. അതിന്റെ ചാർജിങ് സ്റ്റേഷൻ വഴിയിൽ തന്നെ കാണാൻ പറ്റി. ഇതൊരു ലേക്കിന്റെ സൈഡും കൂടെ ആട്ടോ. നല്ല രസമുള്ള ഒരു ഏരിയ. ഞാൻ പൊക്കോണ്ടിരിക്കുന്ന ടാക്സിക്ക് ചാർജ് കുറവായതുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നി. ഇത് കണ്ടിട്ട് കുറച്ചേരം ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഈ കിടക്കുന്ന എല്ലാം ചാർജ് ചെയ്യാട്ടോ കാറൊക്കെ. ഇതെല്ലാം ഇലക്ട്രിക് കാറാണ്. അപ്പോൾ വണ്ടി ചാർജ് ആവുന്നിടം വരെ കുറച്ചേരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് ഈ സമയത്ത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ നല്ല കളർഫുൾ ആയിട്ട് ഇരിപ്പുണ്ട്. വണ്ടി അത്യാവശ്യം ചാർജ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് പോവാണ്. സിറ്റിയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് ഏരിയ കണ്ടപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. ഇവിടെ അങ്ങനെ കുറച്ചു നേരം ഇരിക്കാനൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഹോട്ടലിലോട്ട്. അപ്പോൾ ഇരുന്നിട്ടും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ സമയത്തിന് കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവിടുത്തെ ഗ്രീനറി ആണെങ്കിലും ലേക്ക്, വാട്ടർ, വാക്ക് ഏരിയാസ്, അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഹനോയ് സിറ്റി നല്ല കാം ഫീൽ തരുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എയർപോർട്ടിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് അറൈവൽസിൽ എത്തിയപ്പോൾ തന്നെ സിമ്മിന്റെ കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ ഈ സിം എടുത്തിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കണക്ഷൻ കിട്ടും. ഞാൻ ഈ സിമ്മിനെ കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടായിരുന്നെങ്കിൽ അത്ര ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു തന്നപ്പോഴാണ് ഞാനിങ്ങനെ പ്രൈസ് ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി ഓപ്ഷൻ. നമുക്ക് ഇതിനകത്ത് ലോക്കൽ സിം യൂസ് ചെയ്യുന്ന പോലെ ഡയറക്റ്റ് കോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഞാൻ വിയറ്റ്നാമിൽ നിൽക്കുന്ന അത്രയും ദിവസത്തെ അൺലിമിറ്റഡ് ഓപ്ഷൻ ഇന്റർനെറ്റ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ലാൻഡ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റി. നെറ്റ് നല്ല ഹൈ സ്പീഡാണ്. ഇപ്പൊ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടും പിന്നെ നല്ല അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹൈ ഇന്റർനെറ്റ് സ്പീഡാണ് കിട്ടുന്നത്. വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി ആണ്. അതുകൊണ്ട് റോഡ് സൈഡിൽ കുറെ റെഡ് ഫ്ലാഗ്സ് ഒക്കെ കണ്ടിരുന്നു. അത് ഈ രാജ്യത്തിന്റെ ഹിസ്റ്ററിയും കൾച്ചറൊക്കെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ഞാൻ പൊളിറ്റിക്സിനെ കുറിച്ചല്ലോട്ടോ പറയുന്നത്. ഒരു ട്രാവലർ എന്ന നിലയിൽ ഞാൻ കണ്ട കാര്യം ഷെയർ ചെയ്തേ ഉള്ളൂ. സിറ്റിയിലെ ലോക്കൽ ലൈഫ് ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക്
ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹോട്ടൽ എത്താറായി. ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലായിടത്തും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. വാക്കബിൾ ഡിസ്റ്റൻസിലാണ് എനിക്ക് അടുത്തുള്ള ലൊക്കേഷൻസ് ഒക്കെ. ഇത് ചെറിയൊരു ഹോട്ടലാണ്. കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസും വളരെ കുറവാണ്. ഹനോയിലെ ഓൾഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഹോട്ടലിലേക്ക്. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.